വന്ന ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ താൻ ഫിലമോനോട് ആഹ്വാനം ചെയ്യുന്ന കാര്യം രണ്ട് വാക്കിൽ നിങ്ങളോടൊന്ന് അറിയിച്ചിട്ട് നമ്മൾ റോമാലേഖനത്തിലേക്ക് കിടക്കാമെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളായിരിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് വെളിപ്പെട്ടു വരേണ്ട ഒരു കാര്യം അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ഫിലമോൻ ഒരു ധനികനായ ഒരു വ്യക്തിയായിരുന്നു. ഫിലമോന്റെ വീട്ടിൽ ദാസനായിരുന്ന ഒനേസിമോസ് എന്തോ കുറ്റം ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. പക്ഷേ പിന്നീട് പൗലോസിനെ കണ്ടുമുട്ടിയ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ, സുവിശേഷത്താൽ മാറ്റം ലഭിച്ച ഒനേസിമോസിനെ കുറിച്ച് ഫിലമോനോട് അപ്പോസ്തലനായ വിശുദ്ധ പൗൽ ലേഖനം എഴുതി പറയുമ്പോൾ, ഫിലമോനെ, നീ അവനെ ചേർത്ത് പിടിച്ചോണം. ഹല്ലേലൂയ. അവൻ ഇനി മുതൽ ദാസനല്ല, സഹോദരനാണ്. എൻ്റെ പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ശുശ്രൂഷ വളരെ ഇമ്പോർട്ടൻ്റാണ്. ദൈവമക്കളായാലും ശുശ്രൂഷകന്മാരായാലും ദൈവദാസന്മാരായാലും ദൈവദാസിമാരായാലും സഹോദരിമാരായാലും മറ്റുള്ളവരെ, ദൈവമക്കളെന്നല്ല, എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലമോനോട്, നീ ഒനേസിമോസ് നിനക്ക് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഒരു കാലത്ത്, പക്ഷെ ഇന്ന് അവൻ മാറ്റം വന്നവനാ. നീ അവനെ ചേർത്ത് പിടിച്ചോണേ, അവനെ ഒന്ന് കരുതിക്കോണേ. എൻ്റെ പ്രിയരെ, നമുക്കും ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ശുശ്രൂഷയാണ്. നമ്മളെ ചിലപ്പോൾ തള്ളിധരിക്കും, നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തിയവരായിരിക്കാം, നമുക്ക് ഒരുപാട് നൊമ്പരങ്ങൾ തന്നവരായിരിക്കാം, നമുക്ക് ഒരുപാട് വേദനകൾ മാത്രം തന്നിട്ടുള്ളവരായിരിക്കാം. പക്ഷെ എങ്കിലും എൻ്റെ പ്രിയരെ, നമ്മളുടെ വിളി, നമ്മളുടെ കോള്, നമ്മളോട് ദൈവം കൽപ്പിച്ച കാര്യം ഓർത്ത്, ദൈവവചനം ഓർത്ത് നമുക്ക് അവരെയും ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കണം. ദൈവം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതിനേക്കാളും ശക്തനായവനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നത്. ഏത് സാഹചര്യത്തിന്റെ മേലും ജയം വരുത്താൻ, ഏത് സാഹചര്യത്തിലെയും ജയിപ്പാൻ, ഏത് സാഹചര്യം എങ്ങനെയും എന്നെ കരുതിക്കോട്ടെ, എന്നെ എങ്ങനെയും എന്തും ചെയ്തോട്ടെ, പക്ഷെ അതിനെയും ജയിക്കാൻ പറ്റിയ ശക്തിയുടെ റിസോഴ്സസാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ റോമാലേഖനത്തിലേക്ക് കടന്നു വരിക. റോമാലേഖനം 8-ാം അധ്യായം ആണല്ലോ നാം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. The indwelling of the Spirit of God in every child of God. നമ്മിലുള്ള ദൈവ സാന്നിധ്യം, നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇതാ നമ്മൾ ഈ 8-ാം അധ്യായത്തിൽ കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളവരാ ദൈവമക്കൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾക്കായി ഏൽപ്പിച്ചു കൊടുക്കപ്പെടേണ്ടവരാ ദൈവമക്കൾ. നമ്മളെ വീണ്ടും അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക. ഇന്ന് നമ്മളിത് പഠിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം. ശുശ്രൂഷകളെ കുറിച്ച് പഠിച്ചപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ, 8-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നാം കണ്ടു, ഒന്നാമതായി പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുയേശുവിലൂടെ കൃപയാൽ എനിക്ക് സ്വാതന്ത്ര്യം തന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ വരുത്തിയ ശുശ്രൂഷയാ, എന്നിൽ വരുത്തിയ മാറ്റമാ. പരിശുദ്ധാത്മാവ് എന്നിൽ ചെയ്ത ശുശ്രൂഷയാ. സ്വാതന്ത്ര്യം, മരണത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മൾ തുടർന്ന് ചിന്തിച്ചപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിപ്പാൻ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിജയകരമായി വേർപാടോടെ പാപത്തെ ജയിച്ചുള്ള ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം
കഴിപ്പാൻ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. അത് അപ്പോസ്തലനോട് പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രണ്ട് ശുശ്രൂഷകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് 1-2 ആഴ്ചകളിലായിട്ട് ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ മുമ്പോട്ട് ചിന്തിച്ച് 5 മുതൽ 8 വരെയുള്ള ഭാഗം ചിന്തിച്ചത്. 5 മുതൽ 8 വരെയുള്ള ഭാഗം. ആ ഭാഗത്ത് കണ്ടത് ഹല്ലേലൂയ രണ്ട് കാറ്റഗറിയിലുള്ള, രണ്ട് സ്വഭാവമുള്ള മനുഷ്യരെ കുറിച്ചാണ്. ജഡസ്വഭാവമുള്ളവര്, ആത്മസ്വഭാവമുള്ള. 5-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ ചിന്തിക്കുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. ജഡസ്വഭാവമുള്ളവരെന്ന് വെച്ചാൽ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നവർ, ഈ ഭൂമിയിലേക്ക് മാത്രമായിട്ടുള്ളത് ചിന്തിക്കുന്നവർ, നശ്വരമായത് ചിന്തിക്കുന്നവർ. എന്നാൽ ആത്മസ്വഭാവമുള്ളവരെന്ന് പറയുമ്പോൾ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നവർ. നമ്മളിന്ന് പാടിയതുപോലെ ഇത് അല്പകാലം മാത്രമേ ഉള്ളൂ, വരാനിരിക്കുന്നതാ നിത്യത. ഈ ഒരു ബോധ്യം ഉള്ളിൽ വന്നിട്ട് ഉയരങ്ങളിലേക്കുള്ളത് ചിന്തിക്കുന്നവർ. ദൈവത്തെ കാണാൻ സാധിക്കുന്നവർ, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവർ. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രണ്ട് സ്വഭാവമുള്ളവർ, ഹല്ലേലൂയ, ഈ രണ്ട് ചിന്താഗതിയുള്ളവർ, ഇവർ രണ്ടുപേർക്കും രണ്ട് നിത്യമായ പരിണിത ഫലമുണ്ടെന്ന് പറഞ്ഞു. ജഡസ്വഭാവമുള്ളവൻ മരണത്തിലേക്ക് പോകും, നിത്യമരണത്തിലേക്ക് പോകും. ആത്മസ്വഭാവമുള്ളവൻ നിത്യജീവനിലേക്ക് കടക്കും. ഇതിന്റെ ഔട്ട്കം, ഇതിന്റെ റിസൾട്ടും ഇറ്റേണൽ ആണെന്നാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാ ഇത് വളരെ സീരിയസ് ആയിട്ട് ദൈവമക്കളെ നമ്മൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമ്മുടെ ഭാവി എന്താകുമെന്ന് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ആർ ടുഡേ. ഡോണ്ട് തിങ്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വർഷം some miracle will happen. No. നമ്മുടെ ടുഡേ നമ്മുടെ ടുമോറോയെ ഡിസൈഡ് ചെയ്യുന്നത്. എൻ്റെ പ്രിയരെ, ഇന്നാണ് നാം മാറേണ്ടത്. ഇന്ന് എൻ്റെ മനോഭാവം എന്താ? ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഉയരങ്ങളിലേക്കുള്ളതാണോ, അതോ ഈ നശിച്ചു പോകുന്ന ഭൗമികമായിട്ടുള്ള കാര്യങ്ങളാണോ? ഇതൊക്കെ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചിരുന്നു. ഉയരങ്ങളിലേക്കുള്ളതാണ് ചിന്തിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്താണ് അതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്നുള്ളതും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ, നമുക്കതൊന്നും ഇനി പറയുവാനായിട്ടുള്ള സമയമില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്താണ് എൻ്റെ മനോഭാവം, അതിനനുസൃതമായിട്ടാ എൻ്റെ ജീവിതവും. അതുകൊണ്ട് അപ്പോസ്തലൻ വളരെ ബാലൻസ്ഡ് ആയിട്ട് രണ്ട് ചിന്താഗതികളെ കുറിച്ച് പറഞ്ഞിട്ട്, അയ്യോ പ്രിയരെ ദൈവമക്കളെ, ഇതിന് രണ്ട് നിത്യമായ പരിണിത ഫലമുണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഭൂമിയിലേക്കുള്ളതാണ്, ഭൗമികമായിട്ടുള്ളതാണെങ്കിൽ അതിന് നിത്യമായ മരണം, നിത്യമായ ഒരു പരിണിത ഫലമുണ്ട്. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ ചിന്തിച്ചല്ലോ. ഹല്ലേലൂയ. നാശം. അതേസമയം ഉയരങ്ങളിലുള്ളതനുസരിച്ച് ആത്മാവിനെ ചിന്തിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അന്തം നിത്യജീവനായിരിക്കും. ഇതാ നമ്മൾ ആ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ. തുടർന്ന് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കുന്നെങ്കിൽ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളത് ചിന്തിക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം
ഒരാൾക്ക് ഒന്ന് നിർത്തി പതുക്കെ ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് മതി പാസ്റ്ററെ, താങ്ക് യു. ഈ 9-ാം വാക്യം വരെ, റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 8 വരെ, 8-ാമത്തെ വാക്യം വരെ, 9 വരെയുള്ള വാക്യങ്ങളിൽ അപ്പസ്തോലൻ ഇതൊരു തേർഡ് പേഴ്സണിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ജഡസ്വഭാവമുള്ളവർ, ആത്മസ്വഭാവമുള്ളവർ, ഉയരങ്ങളിലേക്കുള്ളത് ചിന്തിക്കുന്നവർ, ഭൗമികമായത് ചിന്തിക്കുന്നവർ എന്ന രീതിയിൽ ഒരു തേർഡ് പേഴ്സണിലാണ് അപ്പസ്തോലൻ സംസാരിക്കുന്നത്. എന്നാൽ ഈ 9-ാമത്തെ വാക്യം മുതൽ ഹല്ലേലൂയ താന് 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ സത്യങ്ങൾ, നിത്യസത്യങ്ങൾ നേരിട്ട് ഈ ലേഖനം വായിക്കുന്ന തൻ്റെ വായനക്കാരെ അഡ്രസ് ചെയ്താ പറയുന്നത്. അതാ പറയുന്നത് നിങ്ങൾ, സെക്കൻഡ് പേഴ്സണലാ പറയുന്നത്, നിങ്ങൾ. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം നോക്കി, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ഈ വാക്യം ഞാനിത് തെറ്റായി വ്യാഖ്യാനിച്ച് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണേ. നിങ്ങളോ, ഈ വായിക്കുന്ന എന്നോടും വായിക്കുന്ന നിങ്ങളോടുമായിട്ട് അപ്പസ്തോലൻ പറയുക, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ഇഫ് ഇൻഡ്വെൽസ് ഇൻ യു, അവിടെ ഇഫ് എന്ന് വരികിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാ, ദൈവമക്കളായവരാ. ദൈവമക്കളായതെങ്ങനെയാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ സ്ഥിരമായിട്ട് ഇൻഡ്വെൽ ചെയ്യുന്നത് കൊണ്ടാണ്, വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവമക്കളായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുക, ഈ 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ, നിങ്ങളോ, ആ വാക്യം ഒന്ന് നിങ്ങൾ നോക്കണേ, എന്നെ കേൾക്കുകയും നോക്കുകയും ചെയ്യുക. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരെ. ഇവിടെ ഈ വാക്യം ഒറ്റ നോട്ടത്തിൽ അങ്ങ് വായിച്ച് കാഷ്വൽ ആയിട്ട് അങ്ങ് വായിച്ചു വിട്ടാൽ, ഇവിടെ ദൈവത്തിന്റെ ആത്മാവുള്ള വീണ്ടും ജനിച്ചവർ ഒരു കൂട്ടം, ദൈവത്തെ ഒരു കൂട്ടം എന്ന് നമുക്ക് തോന്നാം, ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. ഹല്ലേലൂയ. എൻ്റെ ഇന്റർനെറ്റ് സ്റ്റേബിൾ ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാനിത് മൊബൈൽ ഹോട്ട്സ്പോട്ടിലൂടെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് വൈഫൈ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇടയ്ക്ക് അൺസ്റ്റേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളെ ഇന്ററാക്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു കൂട്ടം വിശ്വാസികൾ, ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരു കൂട്ടം വിശ്വാസികൾ. ഇങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ ബ്രദറെ, ഈ എന്നു വരികിൽ അല്ലെങ്കിൽ ഇഫ് എന്നതുകൊണ്ട് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയരെ, ഇവിടെ ഇതിനാൽ, ഈ എന്നു വരികിൽ എന്ന് എഴുതിയിരിക്കുന്നതിനാൽ വീണ്ടും ജനിച്ച ദൈവമക്കളിൽ ചിലരിൽ ഹോളി സ്പിരിറ്റ് ഉണ്ട്, എന്നാൽ ചിലരിൽ ഹോളി സ്പിരിറ്റ് ഇല്ല എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് എങ്കിൽ അല്ലെങ്കിൽ എന്നു വരികിൽ എന്ന പദപ്രയോഗത്താൽ, അല്ലെങ്കിൽ ഇഫ്, ഇംഗ്ലീഷിൽ ഇഫ് എന്ന പദപ്രയോഗത്താൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യത്തെ സൂചിപ്പിച്ചാണ് പറഞ്ഞത്. അതിന്റെ ഫലത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാനത് വിശദമാക്കാം. എനിക്കറിയാം നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെന്ന്. നിങ്ങൾ അതിന്റെ താഴോട്ട് വന്നാൽ 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ നോക്കിയാല്, നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അപ്പൊ മക്കളെങ്കിലോ എന്ന് വെച്ചാൽ ചിലര് മക്കളാ, ചിലര് മക്കളല്ല എന്നർത്ഥത്തിലല്ല. നമ്മൾ മക്കളാണെങ്കിൽ, മനസ്സിലായോ? നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാ. അതിന്റെ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാ ഇവിടെയും ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മക്കളെങ്കിലോ എന്ന് വെച്ചാൽ നമ്മൾ മക്കളാണോ അല്ലയോ എന്നല്ല, എന്നൊരു സംശയമല്ല അവിടെ പറയുന്നത്. നേരെ മറിച്ച് നാം മക്കളാണെങ്കിൽ അതിന്റെ ഫലമായ നമ്മൾ അവകാശികളാണ്. നമ്മൾ മക്കളാകുന്നത് കൊണ്ട് നമ്മൾ അവകാശികൾ. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ തന്നെയാ ഈ 9-ാമത്തെ വാക്യത്തിലും, നിങ്ങൾ if the spirit of the Lord dwells in you എന്ന് വെച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അതിന്റെ ആ റിസൾട്ടാണ് 10, 11 വാക്യങ്ങളിൽ, 12, 13 വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് അല്പം കൂടെ ഒന്ന് മനസ്സിലാവും. ഇപ്പോ if the spirit of God dwells in you, ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മിൽ വസിച്ചിരുന്നത് എന്താ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആർക്കും ഒരു സംശയമില്ലല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്നാൽ മുൻപോ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപോ, ആദാമിലായിരുന്നപ്പോഴോ നമ്മിൽ വസിച്ചിരുന്നത് എന്താ? നമുക്ക് വായിച്ചു നോക്കാം. 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യവും 20-ാം വാക്യവും, 7-ന്റെ 17 നാം വായിക്കുന്നത്, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പൊ എന്താ എന്നിൽ വസിച്ചുകൊണ്ടിരുന്നത്? പാപമാ വസിച്ചുകൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് എന്റെ മുമ്പിൽ വസിച്ചുകൊണ്ടിരുന്നത് എന്താ? പാപം. 20-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പൊ എന്നിൽ വസിച്ചുകൊണ്ടിരുന്നത് എന്താ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്നിൽ വസിച്ചുകൊണ്ടിരുന്നത് എന്താ? പാപമത്രേ. ഹല്ലേലൂയ. Because of the indwelling of sin in us, we could not attain the righteous requirements of the law. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ നീതി എന്നിൽ നിവർത്തിക്കാനായിട്ട് സാധിച്ചില്ല മുൻപ്. എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിൽ വസിച്ചിരുന്നത് പാപം. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഞാൻ ഉരുവായി. മുൻപ് അതാ പൗലോസ് പറഞ്ഞു, എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല, കാരണം ഞാൻ പാപത്തിലായിരുന്നു. അതുകൊണ്ടാ പ്രിയരെ, രക്ഷ എത്ര ഇമ്പോർട്ടൻ്റാ. രക്ഷിക്കപ്പെടാത്ത നാമധേയ ചർച്ചിൽ പോകുന്നവരോട് നമ്മൾ പറയുമ്പോൾ, ഞങ്ങളും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണല്ലോ ചെയ്യുന്നു പറയാറില്ലേ?
ഞങ്ങളും കൽപ്പനകളൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഞങ്ങളും കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളും അതല്ലേ വിശ്വസിക്കുന്നു, നിങ്ങളും അതല്ലേ വിശ്വസിക്കുന്നു ഒക്കെ പറയും. സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. എൻ്റെ പ്രിയരെ, ഞാൻ നേരത്തെ ഒനേസിമോസിന്റെ കാര്യം പറഞ്ഞതേ, ഒനേസിമോസിനെ മാറ്റിയത് സുവിശേഷം. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയെ മാറ്റുന്നത് സുവിശേഷമാണ്. ഈ സുവിശേഷമാ എന്നെയും നിങ്ങളെയും നമ്മളെയും മാറ്റിയത്, ഒരു വ്യക്തിയല്ല, സുവിശേഷം. സുവിശേഷമാ എന്നെയും നിങ്ങളെയും നമ്മളെയും മാറ്റിയതെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാറ്റം നൽകുന്ന ഈ സുവിശേഷത്തെ എവിടെയൊക്കെ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അവിടെയൊക്കെ പറഞ്ഞോണം. ഹല്ലേലൂയ. കാരണം സുവിശേഷം മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്നിൽ മാറ്റം കൊണ്ടുവന്നത്, ഞാൻ സുവിശേഷം കേട്ട് കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, ഇപ്പോ എന്നിൽ ആ പാപപ്രകൃതം, മുൻപ് എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ നന്മയായിട്ടൊന്നും പുറത്തു വരത്തില്ല, കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് പാപമാണ്. പക്ഷെ ഇപ്പോൾ അത് ദൈവമക്കളായതിനു ശേഷം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് നീതീകരണം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. എൻ്റെ പ്രിയരെ, നന്മ പ്രവർത്തികൾ നമ്മിലൂടെ പുറത്തു വരും. എന്തിനായിട്ടുള്ളത്? നിത്യതയ്ക്കായിട്ടുള്ളത്. ഹല്ലേലൂയ. മുൻപത് വരത്തില്ലായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എത്രത്തോളം ഈ രക്ഷ ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാണ് ഞാൻ പറയണം, രക്ഷിക്കപ്പെട്ടവനിൽ നിന്ന് നന്മ പ്രവർത്തികൾ, അല്ലെങ്കിൽ നീതി പ്രവർത്തികൾ പുറത്തു വരികയുള്ളൂ. പ്രതിഫലത്തിനായിട്ടുള്ള പ്രവർത്തികൾ രക്ഷിക്കപ്പെട്ടവനിൽ നിന്ന് പുറത്തു വരികയുള്ളൂ, നിത്യതയ്ക്കായിട്ടുള്ളത്. ഹല്ലേലൂയ. എന്നിട്ട് 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ അപ്പോസ്തലൻ പറയുക, ഈ പാപപ്രകൃതം നിന്നിൽ ഇരിപ്പുണ്ട് കേട്ടോ. വി ആർ നോട്ട് ഇമ്മ്യൂൺ ടു സിൻ. അതൊന്നും വൺ സൈഡഡ് ആയി പോകരുത്. ഈ പാപപ്രകൃതം എന്നിൽ ഇരിപ്പുണ്ട്, പക്ഷേ അതിന്മേൽ ജയം പ്രാപിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം കഴിപ്പാൻ തക്കവണ്ണം എന്നിൽ ഇപ്പോൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രാപ്തി നൽകുകയാണ്. ഇതാ അപ്പോസ്തലൻ പറയുന്നത്. പണ്ടെന്നിൽ പാപം വസിച്ചത്, അതുകൊണ്ട് എനിക്ക് പ്രാപ്തി ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ബലത്തിൽ നിന്ന്, എൻ്റെ ശക്തിയിൽ നിന്ന് കുറെ നന്മയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് നിത്യതയ്ക്കായിട്ട് എണ്ണുന്നതല്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് എന്നിൽ ആ പാപപ്രകൃതം ഉണ്ടെങ്കിലും, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ആ പാപത്തിന്റെ മുഖത്ത് ജയിപ്പാനായിട്ടുള്ള കൃപ എനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു വൺ സൈഡഡ് തോട്ടായി പോകാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തു പോകാം. കാരണം പരിശുദ്ധാത്മാവിന്റെ ദാനം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ പല ഡിഫറെന്റ് ടീച്ചിങ്സ് ഉണ്ട്, ഡോക്ട്രിൻസ് ഉണ്ട്, പഠിപ്പീരുകളുണ്ട്. കർത്താവ് പറയുന്നത് എന്താ? കർത്താവ് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നിങ്ങളോട് 17-ാം വാക്യത്തിൽ 16 മുതൽ ഞാൻ വായിക്കാവേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് ചെയ്യാൽ അതിന് അവന് ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. കർത്താവ് പ്രോമിസ് ചെയ്തതാ, ഈ കാര്യസ്ഥൻ ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ആ കാര്യസ്ഥൻ, കർത്താവ് പറയാ, നിങ്ങളിൽ വസിക്കും, നിങ്ങളിൽ ഇരിക്കും എന്നേക്കും.
ശിഷ്യന്മാരെ നോക്കി, ദൈവമക്കളെ നോക്കി പറയുക, കർത്താവിന്റെ ഈ പ്രോമിസ് അനുസരിച്ച് എൻ്റെ പ്രിയരെ, നമ്മുടെ ദേഹം ദൈവത്തിന്റെ ആരുടെ മന്ദിരമാ? 1 കൊരിന്ത്യ ലേഖനം 6 അധ്യായത്തിൽ വായിക്കുന്നില്ലേ? 1 കൊരിന്ത്യൻസ്. ഹല്ലേലൂയ. അത് വചനം വായിച്ചു പോകുന്നതാ. ഞാൻ എൻ്റെ വാക്കുകളേക്കാൾ നല്ല 1 കൊരിന്ത്യ ലേഖനം 6 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, ആരുടെ മന്ദിരമാ? ദൈവത്തിന്റെ മന്ദിരം. ഹല്ലേലൂയ. അപ്പോ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ there is an indwelling of the Holy Spirit. No doubt about that. കാരണം പരിശുദ്ധാത്മാവിനെ കൂടാതെ അല്ലാതെ യേശു ദൈവപുത്രൻ എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ആ ടീച്ചിങ്സ്, ആ ഒരു ടീച്ചിങ് ഒന്ന് ബാലൻസ്ഡ് ആവണല്ലോ. അതൊന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം കൂടെ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയരെ, വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും വസിക്കുന്നു. എന്നാലും there is a real experience of being the taste of the Holy Spirit. എന്ന് വെച്ചാൽ വീണ്ടും ജനിച്ച എല്ലാവരിലും ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹീതമാകുന്ന, വളരെ സമൃദ്ധമാകുന്ന, വളരെയധികം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും മാറ്റം വരുത്തുന്ന ആഴമാകുന്ന ആത്മനിറവിന്റെയും ആത്മസ്നാനത്തിന്റെയും ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായുള്ള ആത്മ അഭിഷേകത്തിന്റെയും പ്രിവിലേജ് എല്ലാ ദൈവമക്കളിലുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ദൈവമക്കളിലും വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹീതമായ, സമൃദ്ധമായ, വളരെയധികം നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിനും മാറ്റം വരുത്താവുന്ന, നമ്മുടെ ജീവിതത്തിൽ ആഴമായി ആത്മനിറവിന്റെയും ആത്മസ്നാനത്തിന്റെയും ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു അഭിഷേകത്തിന്റെയും പ്രിവിലേജ് എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. അതിനായി നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ കാത്തിരിക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മെ വിധേയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവം തനിക്കിഷ്ടം തോന്നുന്നവരുടെ ഉള്ളിൽ പ്രവർത്തിക്കും. അത്ഭുതത്തിന്റെയും രോഗശാന്തിയുടെയും പ്രവചനത്തിന്റെയും ആത്മനിറവ് എല്ലാ ദൈവമക്കൾക്കും അതിനായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് പ്രിയരെ. നമ്മൾ അതും മറന്നു പോകരുതേ. എന്നാലേ ആ സ്റ്റഡി ബാലൻസ്ഡ് ആവും. എല്ലാ ദൈവമക്കളിലും വീണ്ടും ജനിച്ച, ശരിക്കും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെ ഉള്ളങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒപ്പം എല്ലാവർക്കും ആ പ്രിവിലേജും ഉണ്ട് പ്രിയരെ. അതിനായി നാം ദൈവസന്നിധാനത്തിൽ എത്രത്തോളം കാത്തിരിക്കുന്നു, അതിനായി നാം ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നമ്മെ വിധേയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, ഞാൻ പറഞ്ഞത് 9ാമത്തെ വാക്യത്തിൽ തുടങ്ങിയാണ് ഇത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളവർ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവർ എന്ന അർത്ഥത്തിലല്ല.
ദൈവത്തിന്റെ ദൈവമക്കളിൽ ദൈവത്തിന്റെ ഫലത്തോടുള്ള ബന്ധത്തിലാണ് എന്നു വരികിൽ എന്ന ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് താഴെ അല്പം മനസ്സിലാവും. എന്നിട്ട് 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു, ജീവിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ പരിശുദ്ധാത്മാവിന് പല പേരുകൾ നമ്മൾ താട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലേ? ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തു, ഇതെല്ലാം വൺ ആൻഡ് ദ സെയിം തിയറി. It shows the triune God indwelling ഈ മൺകൂടാരത്തിൽ, നമ്മുടെ ഈ മൺകൂടാരത്തിൽ പരിശുദ്ധ ആത്മാവ് വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദ ട്രയൂൺ ഗാഡ്, ധന്യനായ ഏകാധിപതിയായ ദൈവം, ഹല്ലേലൂയ, നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് ചെല്ലാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, സകലത്തെയും തന്റെ ഒറ്റ വാക്കിനാൽ ശമച്ചവൻ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവിടെ ആ 10ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ, ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തു, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ ഞങ്ങൾ വസിക്കും. അതാ അതിന്റെ അർത്ഥം, ഞങ്ങൾ വസിക്കും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ഞങ്ങൾ വസിക്കും. ഹല്ലേലൂയ. എന്ത് ശ്രേഷ്ഠകരമായ, എന്ത് ശ്രേഷ്ഠമായ പദവിയാ എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ജനങ്ങൾക്കോ നമ്മുടെ ചുറ്റിലുള്ളവർക്കോ, നിങ്ങളിരിക്കുന്ന റൂമിന് പുറത്ത് ഈ രക്ഷയിലേക്ക്, അനുഭവത്തിലേക്ക് കടന്നു വരാത്തവർക്കോ, ഇനിയും രക്ഷിക്കപ്പെടാത്ത നമ്മുടെ കുടുംബത്തിലെ ചാർച്ചക്കാർക്കോ ഇതൊന്നും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല എൻ്റെ പ്രിയരെ. നമുക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മുടെ അവസാന ശ്വാസം എടുക്കുമ്പോൾ നമ്മൾക്ക് അറിയാം, ദ വെരി മൊമെന്റ്, ഫ്രാക്ഷൻ, മില്ലേനിയം, അല്ലെങ്കിൽ മില്യൺസ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നാം മനസ്സിലാക്കും എന്താണ് സത്യം, എന്താണ് മിഥ്യെന്ന്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൽ, അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, ക്രിസ്തുവിൽ മരിച്ചോരെ, ക്രിസ്തുവിൽ ജനിച്ചവരെ, ക്രിസ്തുവിൽ വളർന്നവരെ, ക്രിസ്തുവിൽ മരിച്ചവരെ, നിങ്ങളാ ഭാഗ്യവാന്മാർ. നിത്യമാം ഭവനവും നിത്യജീവനും നിങ്ങൾക്ക് ലഭിക്കുന്നു. മാണിക്യത്തെ പോലെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് കാത്തു സൂക്ഷിപ്പാനായിട്ടുള്ള കൃപ തരുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അതിനായിട്ട് ശക്തി തരട്ടെ, ബലം തരട്ടെ. നമ്മൾ തുടർന്ന് പോകുമ്പോൾ 11ാമത്തെ വചനത്തിൽ, ആ 11ാമത്തെ വചനം കൂടെ ഒന്ന് 11, 12, 13 വായിക്കാൻ മൊത്തം നമുക്ക് തീർക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ. നമുക്ക് ആ 11ാമത്തെ വചനം കൂടെ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ഈ 8ാം അധ്യായത്തിന്റെ 11 മുതൽ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 9ാമത്തെ വാക്യം എന്ന് വരികിൽ എന്നുള്ളത് അതിന്റെ ആ ഫലത്തോടുള്ള ബന്ധത്തിൽ. അപ്പൊ 10, 11 അതിന്റെ ഒന്നാമത്തെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. 12, 13 അതിന്റെ 2ാമത്തെ ഫലം. ഈ ഒന്നാമത്തെ ഫലം 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ 10ാമത്തെ വാക്യം വായിച്ചോളൂ. ഞാൻ 11ാമത്തെ വാക്യം വായിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ജീവൻ, ഇതാ ഒന്നാമത്തെ ഫലം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വരികിൽ എന്നുള്ളതിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ ദൈവമക്കളെങ്കിലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലം ജീവനാണെന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. അതൊന്ന് മനസ്സിലാക്കി തരുമോ നമുക്ക്?
എന്നിട്ട് നമ്മൾ അതിലൊന്ന് എൻജോയ് ചെയ്യാൻ, നമ്മൾ അതിലൊന്ന് ജീവൻ പ്രാപിക്കാൻ പറയുക. നിരാശയുണ്ട്, എല്ലാം പോട്ടെന്ന് പറയുക. സങ്കടമുണ്ട്, അതെല്ലാം പോട്ടെ. നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന, നമ്മളെ മുൻപോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ തളർത്തിക്കളയുന്ന എന്തെങ്കിലും വ്യാപാരം, എന്തെങ്കിലും ചിന്തകൾ, എന്തെങ്കിലും ശക്തി, നമ്മുടെ ചിന്തകളിലൂടെ ആയിരിക്കാം, നമ്മുടെ വേണ്ടപ്പെട്ടവരോടുകൂടി ആയിരിക്കാം, നമ്മുടെ കൂട്ടുകാരിലൂടെ ആയിരിക്കാം, നമ്മുടെ ഭാവിയെ കുറിച്ച് ഓർത്താൽ, നമ്മുടെ ശരീരത്തെ കുറിച്ച് ഓർത്തായിരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോസ്തലൻ പറയും, ഡോണ്ട് വറി, നിങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ബിക്കോസ് യു ആർ ബോൺ അഗെയിൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവനുണ്ട്. യു ആർ ഗോയിങ് ടു ലിവ്. എത്രയോ ആൾക്കാരെ ഇപ്പൊ യുദ്ധത്തിൽ മരിച്ചു പോയത്, ക്രിസ്തുയേശുവിലല്ലാത്തവര്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി അവർക്കൊരു ചാൻസ് ഉണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇനി അവർക്കൊരു ചാൻസ് ഇല്ല. എന്റെ പ്രിയ, നമ്മളെന്ത് ഭാഗ്യം ചെന്നവരല്ലേ. ഈ 10-11 വാക്യങ്ങളിൽ ഒന്നാമത്തെ ഫലം പറയുക, ഇവിടെ ജീവനെ കുറിച്ച് പറയുക. ദൈവാത്മാവ് വസിച്ചാൽ ജീവൻ ഉണ്ടാകും. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്താ പറയുക? ജീവന്റെ ആത്മാവ് എന്നാ പറയുന്നത്. ജീവന്റെ ആത്മാവ്. 12-13 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കടക്കാരാണ്. ഹല്ലേലൂയ. അത് രണ്ടാമത്തെ ഫലമാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ ജഡത്തിനല്ല കടക്കാരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജഡത്തിനല്ല കടക്കാർ. അത് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പണ്ട് ജഡത്തിനാ. പണ്ട് നമുക്കത് പിന്നീട് ദൈവാനുസരിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 10-11 വാക്യം എന്നാൽ ഒന്നുകൂടെ വായിച്ചിട്ട്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. ആ ഒറ്റ വാക്യത്തിൽ 2 കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടത്. മരണത്തെക്കുറിച്ച് പറയുന്നു. ആത്മാവ് നിമിത്തം ജീവൻ. മരണവും ജീവൻ. ഒന്ന് മനസ്സിലാക്കി പോകാമെന്ന് ഞാൻ ചിന്തിക്കുക പ്രിയരെ. അപ്പോസ്തലൻ പറയുക, ശരീരം മരിക്കേണ്ടതാ, പക്ഷെ ആത്മാവിന് ജീവനുണ്ട്. ശരീരം മരിക്കേണ്ടതാ, ആത്മാവിന് ജീവനുണ്ട്. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ മാർട്ടിൻ നോയിഡ് ഗെയർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, പുള്ളി ഒരു ഫിസിക്കൽ ഡോക്ടറുടെ ആയിരുന്നു, ഫിസിഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹം എഴുതിയൊരു വാക്യം ഞാനിങ്ങനെ വായിക്കാം. ദ വെരി മൊമെന്റ് we enter into this world and begin to live, we also begin to die. Your first breath is the one of the last breath you will ever take. The principle of decay leading to death is in every one of us. ഇത് തന്നെയാ പോള് 2 കൊരിന്ത്യർ ലേഖനം 5:1 വർഷങ്ങൾക്ക് മുമ്പ്, സെഞ്ചുറീസ് ബാക്ക് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കിയാലോ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. ഹല്ലേലൂയ. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട്, ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. കൂടാരമാകുന്ന ഈ ഭൗമ ശരീരം ഇത് ഡീക്കേയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാ. ഇത് ഡീക്കേയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാ. അപ്പോസ്തലൻ പറയുക, ശരീരം മർത്യമാണ്. അത് നമ്മൾ 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, പാപം നിമിത്തം. എന്തുകൊണ്ടാ ശരീരം മർത്യമായത്? പാപം നിമിത്തം. ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് മർത്യമാണ്, എന്നാൽ ആത്മാവ് ജീവനാണ്. ശരീരം മരണത്തിനുള്ളതാ, ശരീരം മർത്യമാ, പക്ഷെ ആത്മാവ് ജീവനാ. ഞാൻ പറഞ്ഞ പോലെ, എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ മരണം വന്നത്? പാപം നിമിത്തം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻപോട്ട് അല്പം കൂടെ ഒന്ന് കടന്ന് നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ അപ്പസ്തലൻ പറയുകയാണ്. എൻ്റെ പ്രിയരെ ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ ശരീരം മരണത്തിന് അധീനമാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നിമിത്തം ഈ ശരീരവും ജീവിക്കും. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതിന്റെ 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 കാരണമാ 11-ാം വാക്യം. 11-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്ക്. ഹല്ലേലൂയ. ഈ ശരീരം അപ്പോസ്തലൻ പറയാ, ശരീരം മർത്യമാ, ശരീരം മരണത്തിനുള്ളതാ. ഞാൻ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടുള്ള ഫലമാണ് ജീവൻ. നമ്മുടെ ആത്മാവ് ജീവനാ. ഓക്കെ, നമ്മുടെ ആത്മാവ് ജീവനാ. മാത്രമല്ല പ്രിയരെ, ഈ മരണത്തിന് വിധേയമായ ശരീരവും ആത്യന്തികമായി ജീവിക്കും. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ വസിക്കുന്നത് കൊണ്ട്. എഫെസ്യനും 2:1 വാക്യത്തിൽ നമ്മളെന്താ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് അവയിൽ നിങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരങ്ങളും അനുസരണക്കേണ്ട മക്കളെ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയാവിനെ അനുസരിച്ച് നടന്നിരുന്നവരല്ലേ നിങ്ങൾ. പക്ഷെ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഈ ശരീരം മർത്യമാണെങ്കിലും ആത്യന്തികമായിട്ട് ഇതിനൊരു ഉദാഹരണമുണ്ട് പ്രിയരെ. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അതും ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. 8:23 വായിച്ചു നോക്കി. അതാ 8:20, നമ്മളത് പഠിക്കാനിരിക്കുന്നത്. 8:23 വായിച്ചു നോക്കിക്കേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. There is a redemption. ഈ പാപത്താൽ മർത്യമായി പോയ ഈ ശരീരത്തിനും ആത്യന്തികമായിട്ട് ഒരു ഉദ്ധാരണമുണ്ട്. Why? Because you are born again. Why? Because the Holy Spirit dwells in you. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സന്തോഷം ഉള്ളിൽ വരുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ഒന്ന് ജീവനുണ്ട്. എൻ്റെ ആത്മാവിന് ജീവൻ വെച്ചു. മാത്രമല്ല ഈ മരണത്തിന് വിധേയമായ ശരീരത്തിനും ജീവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം വാക്യം അതിന്റെ ആ എവിഡൻസ് ആണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. എൻ്റെ പ്രിയരെ, കർത്താവ് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് എഴുതിയിട്ട് വന്നതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ നമ്മുടെ കർത്താവിനെ ഇതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. എൻ്റെ പ്രിയരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ഈ ആത്മാവ് ജീവന്റെ ആത്മാവ് മാത്രമല്ല, ഇത് ഉയർപ്പിന്റെയും കൂടി ആത്മാവ്. സ്പിരിറ്റ് ഓഫ് റിസറക്ഷൻ. ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ലൈഫ്. It's a spirit of blessing. Hallelujah. See, Apostle, he wants to inflate. He wants to highlight. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ വാഴുന്നത് കൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. എത്ര വലുതാണ് അതിന്റെ മാതൃകയും അതിന്റെ ഉറപ്പുമാ ഈ 11-ാമത്തെ വാക്യം. എന്ത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ
ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന ഒരു ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അതാ ഇതൊക്കെ നമുക്ക് അതിൻ്റെ അതിൻ്റെ ആ ഫുൾനെസ്സിൽ അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിലേ ഉള്ളൂ അതിൻ്റെ നിറവിൽ ഇത് നാലാളോട് പറയുള്ളൂ. പ്രിയരെ, സുവിശേഷം. ഞാനത് വീണ്ടും ആദ്യത്തെ ആ സംഭവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇത് നമ്മളത് പറഞ്ഞെങ്കിൽ ഈ ഒരു വെളിപ്പാട്, ഈ ഒരു സന്തോഷം നമുക്കുണ്ടാവണം. നമുക്ക് ലഭിക്കാൻ പോകുന്നത്, നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്, അത് നമുക്ക് നമ്മുടെ ഉള്ളങ്ങളിലോട്ടങ്ങ് പതിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ, ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവനെ ചേർത്ത് നിർത്താൻ, ഏതു വിധേനയും അവനെയും നിത്യതയിൽ കടത്തുവാനായിട്ട് നമുക്ക് ആ ആഗ്രഹവും ആ ഒരു വാഞ്ചയും ഒരു ആർജവും ഒക്കെ നമുക്കുണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ 11-ാം വാക്യം വരെ ചിന്തിച്ച് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കും. കാരണം 12, 13 വാക്യങ്ങൾ തുടങ്ങി നമുക്ക് തീർക്കുവാൻ സമയം കാണില്ല. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ആ ഒരു ബോധ്യം നമ്മളെ നടത്തട്ടെ. ആ ഒരു ബോധ്യം നമ്മളെ ബലപ്പെടുത്തട്ടെ. ആ ഒരു ബോധ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ധനത്തെക്കുറിച്ചും, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹീത അവസ്ഥയെക്കുറിച്ചും, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പദവിയെക്കുറിച്ചും, നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ വലിയ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള ബോധ്യത്തിന്റെ നിറവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആത്മഭാരം ഉണ്ടാവുകയുള്ളൂ. പ്രിയരെ, നമ്മൾ പുറത്തേക്ക്, നിങ്ങൾ ഇപ്പം ദോഹയിലേക്കുള്ള നിങ്ങൾ അൽഖോറിൽ അതുവഴിയൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ആത്മഭാരമുണ്ടോ? എൻ്റെ പ്രിയ, നമ്മൾ പോയിട്ട് അവനെ പിടിച്ചു നിർത്തി വചനം പറയുക എന്നുള്ള അങ്ങനെ ഒരു നടത്തിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ലഭിച്ച കൃപ അവർക്കൂടെ കൊടുക്കണേ എന്നുള്ള ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളങ്ങളിൽ അങ്ങനെ ഒരു ആത്മഭാരം. ഇത് ശരിക്കും വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു മെഷറിങ് ടൂളാണ്. ഞാൻ ശരിക്കും വീണ്ടും ജനിച്ചവരാണോ ഉണ്ട്. ലോകത്തെ മനുഷ്യരെ കാണുമ്പോൾ നമുക്കൊരു ആത്മഭാരം. എൻ്റെ എൻ്റെ ദൈവമേ, അവർക്ക് ആ ഒരു കൃപയിൽ കർത്താവ് എനിക്ക് കൃപ ലഭിച്ചു, എൻ്റെ ഒന്നും കൊണ്ടല്ല, അവർക്കും ഒന്നും പറയാനില്ല, പക്ഷേ ദൈവത്തിന് എന്നോട് കാരണം ഒന്നുമില്ല, അതുപോലെ അവരോട് ഒന്ന് കാരണം തോന്നുന്നു കർത്താവേ, ആ ഒരു ആത്മഭാരം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇതിനായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ, നമ്മളെ സഹായിക്കട്ടെ. ദൈവം കൃപയാൽ നിർത്തട്ടെ. പ്രിയ